സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്തു ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ പല അനുഗ്രഹങ്ങളും നാം അനുഭവിക്കുമ്പോഴും ആസ്വദിക്കുമ്പോഴും അത് തിന്നുമ്പോഴും കുടിക്കുമ്പോഴും നാം ആ അനുഗ്രഹം അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അനുഗ്രഹമാണ് എന്ന് പലപ്പോഴും തിരിച്ചറിയാതെ നമുക്ക് കിട്ടിയ അനുഗ്രഹം അതിവിടെ ഉണ്ടായതെങ്ങനെയെന്നും അത് നമുക്ക് ലഭിച്ച മാർഗം എങ്ങനെയുമാണ് എന്ന് ചിന്തിക്കാതെയാണ് മഹാഭൂരിപക്ഷം ആളുകളും അത് ആസ്വദിക്കാറുള്ളത്. വിശുദ്ധ ഖുർആൻ ഏകദേശം 70-ലധികം തവണ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ഭൂമിയിൽ ഒരുക്കി വെച്ച് തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായി പല വിഷയങ്ങളിലായി ചിന്തിക്കാനുള്ള പ്രേരണ നൽകുന്നുണ്ട്, ചിന്തിക്കാനുള്ള കൽപ്പന നൽകുന്നുണ്ട്. നമ്മൾ ജനിച്ചു വീഴാൻ കാരണമായ ഇന്ദ്രിയത്തുള്ളി മുതൽ നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഓരോ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു തആല എണ്ണി എണ്ണി പറഞ്ഞു. അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കപ്പെടുന്ന നിങ്ങളുടെ ഇന്ദ്രിയത്തുള്ളിയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ? അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്ന ആ കൃഷിയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി ചിന്തിക്കുന്നില്ലേ? അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ? ഇങ്ങനെ അല്ലാഹു എണ്ണി എണ്ണി ചോദിച്ചു. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ നോക്കുന്നില്ലേ? സഹോദരങ്ങളെ, എന്തിനാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ കൈകളിലെത്തുമ്പോൾ ഇതെങ്ങനെയുണ്ടായി എന്ന് ചിന്തിക്കാൻ മനുഷ്യനോട് അല്ലാഹു പ്രേരിപ്പിക്കുന്നത് എന്തിനാണ്? ആ സൃഷ്ടിജാലങ്ങളിലൂടെ, ആ പടപ്പുകളിലൂടെ അതിൻ്റെ പടച്ച റബ്ബിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞ മറ്റൊരു മേഖല, നമ്മൾ ആരും ചിന്തിക്കാത്ത, നമ്മൾ ആരും അധികം ഗൗനിക്കാത്തൊരു മേഖലയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ്നാ ബിഹി തമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് ഭൂമിയെ പിളർത്തി നിങ്ങൾക്ക് വ്യത്യസ്ത നിറത്തിലുള്ള ഫലവർഗങ്ങളെ, കായ്ക്കനികളെ, ഫ്രൂട്ട്സുകളെ നിങ്ങൾക്ക് നൽകിയതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? സഹോദരങ്ങളെ, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്നുള്ള ചോദിക്കുകയാണ്. എപ്പോഴെങ്കിലും കയ്യിൽ ഒരു ആപ്പിൾ കിട്ടുമ്പോൾ, ഒരു ഓറഞ്ച് കിട്ടുമ്പോൾ, അതല്ലെങ്കിൽ ഏത് ഫലമാകട്ടെ, ഏത് കായ്ക്കനികളാകട്ടെ കയ്യിൽ കിട്ടുമ്പോൾ, റബ്ബേ ഇത് നമ്മുടെ കൈകളിലേക്ക് എത്താൻ എന്തെല്ലാം മാർഗങ്ങൾ കഴിഞ്ഞു വന്നിട്ടുണ്ട്, എന്തെല്ലാം കടമ്പകൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിത്ത് ആ മണ്ണിന്റെ ഇരുട്ടിൽ മൂടി വെച്ച് ആ വിത്ത് പുറത്തു വന്ന് അത് ചെറുതായി, അത് പിന്നീട് അത് വലുതായി, അത് വലിയ വൃക്ഷമായി, അതിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നു, പുതിയ ഇലകൾ വരുന്നു. അതിന്റെ ഇടയിൽ വർഷങ്ങൾ കഴിയും തോറും ഓരോ കായ്ക്കനികൾ പുതുതായി കടന്നു വരുന്നു. അത് കായായി, കനിയായി നമ്മുടെ കൈകളിൽ എത്തുന്നു, നമ്മൾ കഴിക്കുന്നു. നമ്മൾ എത്രമാത്രം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? അല്ലാഹു പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു, ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളത്തെ ഇറക്കി തന്നു. ലക്കും, നിങ്ങൾക്ക് വേണ്ടി, മിൻഹു ശറാബ്, അതിൽ കുടിക്കാനുള്ളതുണ്ട്, വമിൻഹു ശജർ, മരങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക് ഒഴിക്കാനുള്ളതുണ്ട്, ഫീഹി തുസീമൂൻ, നിങ്ങൾക്ക് മേയ്ക്കാനുള്ളതുണ്ട്, യുൻബിതു ലക്കും ബിഹി സർഅ, അതിലൂടെ അല്ലാഹു കൃഷിയെ പുറത്തു കൊണ്ടുവന്നു. വസ്സൈത്തൂൻ, സൈത്തൂനിനെ അല്ലാഹു കൊണ്ടുവന്നു. വന്നഖീൽ, ഈത്തപ്പനയെ കൊണ്ടുവന്നു. വല്ലഅനാബ്, മുന്തിരികളെ അല്ലാഹു കൊണ്ടുവന്നു. വമിൻ കുല്ലി സമറാത്ത്, മുഴുവൻ കായ്ക്കനികളെയും അല്ലാഹു ആകാശത്ത് നിന്ന് മഴയിറക്കി നിങ്ങൾക്ക് ഭൂമിയിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന ഫീ ദാലിക് ലആയതൻ ലിഖൗമി യതഫക്കറൂൻ, തീർച്ചയായും ചിന്തിക്കുന്ന സമൂഹത്തിന് ദൃഷ്ടാന്തമുണ്ട്. ആലോചിക്കണം നമ്മൾ, അതൊരു വലിയ ദൃഷ്ടാന്തമാണ്, വലിയൊരു അത്ഭുതമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളത് ആസ്വദിക്കുന്നു, നമ്മളത് കുടിക്കുന്നു, നമ്മളത് തിന്നുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് സൃഷ്ടാവിനെ കണ്ടറിയാൻ, സൃഷ്ടാവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടിപ്പും,
ഓരോ സൃഷ്ടിപ്പും അതിൻ്റെ സൃഷ്ടാവിനെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ സൃഷ്ടാവിനെ സംബന്ധിച്ച് നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഇല അത് വ്യത്യസ്ത രൂപത്തിൽ അത് കഴിക്കപ്പെടുന്നു. ചിലപ്പോൾ അത് കഴിക്കുന്നത് ഒരു പട്ടുനൂൽ പുഴുവായിരിക്കും കഴിക്കുന്നത്, പക്ഷെ അത് പുറത്തു നൽകുന്നത് പട്ടാണ്. അതൊരു മാനാണ് കഴിക്കുന്നതെങ്കിൽ അത് പുറത്തു നൽകുന്നത് കസ്തൂരിയാണ്. അതൊരു മൃഗമാണ് കഴിക്കുന്നതെങ്കിൽ പുറത്തു നൽകുന്നത് ചാണകമാണ്. എല്ലാവരുടെയും പണിയൊന്നാണ്, തീറ്റയാണ്. പക്ഷെ പുറത്തു വരുന്ന ഫലം അത് വ്യത്യസ്തമാണ്, അത് വിഭിന്നമാണ്. ആരാണ് അതിനെ വിഭിന്നമാക്കിയത്? ആരാണ് അതിനെ വ്യത്യസ്തമാക്കിയത്? അത് അല്ലാഹുവാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടണമെങ്കിൽ തഫക്കുർ, അതേ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അതേ അനുഗ്രഹീതനാകുന്നു. സഹോദരങ്ങളെ, ഭൂമിയിലെ ഓരോ പടപ്പുകളും അതിൻ്റെ പടച്ച റബ്ബിനെ പറ്റി നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പൂക്കളും പുഴകളും കാടുകളും കടലും കരയും എല്ലാം അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ അറിയിക്കുകയാണ്. എന്നും തെറ്റാതെ കൃത്യമായി ഉദിക്കുന്ന സൂര്യൻ, കൃത്യമായ കണക്കോടുകൂടി വരുന്ന ചന്ദ്രൻ എല്ലാം നമ്മെ അറിയിച്ചു തരുന്നു. അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ഒരു ശക്തിയുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിന്റെയും പച്ചക്കറിയുടെയൊക്കെ മരങ്ങൾ, അതിലെ ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നുണ്ട് എന്നാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന മരത്തിൽ അതിലെത്ര ചില്ലകൾ ഉണ്ടാകുന്നു, എത്ര ഇലകൾ ഉണ്ടാകുന്നു നമുക്കറിയില്ല. നമ്മളാണ് നട്ടത്, പക്ഷെ അതിനെ വളർത്തിയ റബ്ബിനറിയാം. അതിലെത്ര ഇല ഇന്ന് കൊഴിഞ്ഞിട്ടുണ്ട്, അതിലെത്ര ഇല ഇനി അതേ പുതുതായി കടന്നു വരും. അല്ലാഹ് പറയുന്നു, വല ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർള്, ഭൂമിയുടെ ഇരുട്ടുകളിലുള്ള ധാന്യത്തെ സംബന്ധിച്ചും അല്ലാഹു അറിയുന്നു. വല റത്ബിൻ വല യാബിസിൻ, അത് ഉണങ്ങിയതാണോ അത് പച്ചയാണോ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അല്ലാഹുവിന്റെ രേഖയിൽ കൃത്യമായിട്ടുണ്ട്. ഇത്രമാത്രം അഗാധമായ അറിവുള്ള റബ്ബിനെ, ഇത്രമാത്രം അഗാധമായി കഴിവുള്ള റബ്ബിനെ തിരിച്ചറിഞ്ഞ് അവന് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആലയെ സൃഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സൃഷ്ടാവിന് മാത്രം ആരാധനകൾ നൽകുന്ന യഥാർത്ഥ മുവഹിദുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി വഹ്ദഹു, വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഇത്തഖുല്ലാഹ് ഊസിക്കും വ ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ പ്രവാചകൻ ഒരിക്കൽ സഹാബത്തിനോട് പറയുകയാണ്, ഇന്ന മിനശ് ശജരി ശജറതൻ ലാ യസ്ഖുതു വറഖുഹ, വൃക്ഷങ്ങളിൽ മരങ്ങളിൽ ഒരു മരമുണ്ട്, പക്ഷെ അത് ഇല കൊഴിക്കുകയില്ല. വ ഇന്നഹാ മസലുൽ മുസ്ലിം, അതൊരു മുസ്ലിമിന്റെ ഉപമ പോലെയാണ്. ആ മരത്തെ പ്രവാചകൻ ഉപമിച്ചത് മുസ്ലിമിനോടാണ്. സഹാബത്തിനോട് നബി ചോദിച്ചു, ഫഹദ്ദിസൂനി മാ ഹിയ, അതെന്താണെന്ന് നിങ്ങൾ എന്നോട് പറയൂ. സഹാബത്ത് പല ഉത്തരങ്ങൾ ചിന്തിച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നു, ഞാൻ ചിന്തിച്ചു അത് അന്നഖ്ല, അത് ഈത്തപ്പനയാണെന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാനത് റസൂലിനോട് പറയാൻ നാണിച്ചു, മടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരും ഉത്തരം പറയാതിരുന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹിയ നഖ്ല, അത് ഈത്തപ്പനയാണ്. ഈത്തപ്പനയുടെ പ്രത്യേകത അത് ഇല കൊഴിക്കില്ല എന്നാണ്. അതിശക്തമായി ഉറപ്പുള്ള മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മരമാണ് ഈത്തപ്പന മരം. ആ ഈത്തപ്പനയിൽ ഉണ്ടാകുന്ന കായ്ക്കനികൾ അത് പല ഘട്ടങ്ങളിലായി പല അവസ്ഥകളിൽ നമുക്ക് കഴിക്കാൻ സാധിക്കും. ഇനി ആ മരത്തിന്റെ ചണ്ടിയാകട്ടെ അത് മൃഗങ്ങൾക്ക് തിന്നാൻ പിന്നീട് വൈക്കോലായിട്ട് മാറും. അങ്ങനെ ഒന്നും നഷ്ടപ്പെടാത്ത, അതിൻ്റെ നല്ല സമയത്തും അതിൻ്റെ അവസാന സമയത്തും അത് മറ്റുള്ളവർക്ക് ഉപകാരം നൽകുന്ന ഒന്നാണ് ഈത്തപ്പനയെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊരു ഈത്തപ്പനയെ പോലെ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കണം. ഈത്തപ്പന മരം ഭൂമിയിൽ എങ്ങനെയാണ് ഉറച്ചു നിൽക്കുന്നത്? ശക്തമായ വേരുകളോടെ, കാറ്റിൽ ആടാതെ ഉലയാതെ നിൽക്കുന്നത് പോലെ ശക്തമായ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. പല സംശയങ്ങളും പല ഇസ്കാലുകളും പല ചോദ്യങ്ങളും പല ഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ ദീനിനെ പറ്റി നാം ഉൾക്കൊണ്ട വിശ്വാസത്തെപ്പറ്റി നമ്മളെ
പിശാചെ വഞ്ചിതനാക്കാൻ ശ്രമിക്കും. പക്ഷേ ഈത്തപ്പന മരം പോലെ നമ്മൾ പിടിച്ചു നിൽക്കാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും ജനങ്ങൾക്ക് നമ്മളിൽ നിന്ന് ഉപകാരമുണ്ടാകണം. ഇതാണ് ഈത്തപ്പന മരത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപമിക്കാനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴത്തെയും ഈത്തപ്പന മരത്തെയും ഇഷ്ടപ്പെട്ടുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈത്തപ്പഴം എല്ലാ നിലക്കും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫലമാണ്, ഒരു ഫ്രൂട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്ത് നിർബന്ധമാക്കിയപ്പോൾ അതേ ഈ ഫലവൃക്ഷത്തിനും ഫലങ്ങൾക്കും അല്ലാഹു സക്കാത്ത് നിർബന്ധമാക്കി. നനച്ചുണ്ടാക്കുന്നതിനും അതേപോലെ തന്നെ നനക്കാതെ നമുക്ക് കിട്ടുന്നതുമായ ആ വിളകൾക്ക്, ഫലങ്ങൾക്ക് പ്രത്യേകം സക്കാത്തിനെ അല്ലാഹു നിശ്ചയിച്ചു. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ഇതുപോലുള്ള ഫ്രൂട്ടും ഫലങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൃത്യമായി നമ്മൾ കൊടുക്കണം. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുമെന്ന് പറഞ്ഞ ഒരു മേഖലയാണ്. നിങ്ങൾക്ക് ഫലങ്ങളെ കുറച്ചുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. പരീക്ഷണങ്ങളെ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ അവസാനം പറഞ്ഞത് വസ്സമറാത്ത്, കായ്ക്കനികളിൽ കുറവ് നൽകി പരീക്ഷിക്കും. അതില്ലാതിരിക്കണമെങ്കിൽ നമുക്ക് അല്ലാഹു തന്ന കായ്ക്കനികൾ നമ്മുടെ തോട്ടത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അളവ് നോക്കി, അത് നനച്ചുണ്ടാക്കിയതാണെങ്കിൽ, നനക്കാതെ തന്നെ ഉണ്ടായതാണെങ്കിൽ അതിനെത്രയാണ് ഇസ്ലാം നൽകുന്നത്, ഇസ്ലാം അനുശാസിക്കുന്ന ആ അളവ്, അതനുസരിച്ച് നമുക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈത്തപ്പന മരം പിടിച്ചു നിൽക്കുന്നത് പോലെ, ഉറച്ചു നിൽക്കുന്നത് പോലെ ഈമാനോടുകൂടി അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ അള്ളാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, അതേപോലെ വിശ്വാസികളായ സഹോദരങ്ങൾ, അവരുടെ എല്ലാം ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أدم على دولة الإمارات أمانة والاستقرار والرقي والازدهار اللهم وفق رئيس الدولة وحكام الإمارات اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.